നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. അവാർഡുകളായാലും പുരസ്കാരങ്ങളായാലും പതക്കങ്ങളായാലും ഒക്കെ ഒട്ടും വിലയില്ലാത്ത കാലമാണിപ്പോൾ. അർഹരായ പലരും വിസ്മൃതിയിൽ നിൽക്കുമ്പോൾ അനർഹരായ പ്രാഞ്ചിയേട്ടന്മാർ അതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന കാലമാണ്. ഒരു പുരസ്കാരവും പതക്കവും കിട്ടിയില്ല എങ്കിലും ജനമനസ്സുകളിൽ തങ്ങൾ ജീവിക്കുമെന്ന് തെളിയിച്ച എത്രയോ പേർ ഏതെല്ലാം രംഗത്ത് ജീവിച്ചിരുന്നു. അത് രാഷ്ട്രീയത്തിലാവട്ടെ, സാഹിത്യത്തിലാവട്ടെ, സിനിമയിലാവട്ടെ, നാടകത്തിലാവട്ടെ, ഏത് രംഗത്ത് നോക്കി, ചിത്രകാരന്മാരാവട്ടെ, ഒരു പതക്കവും കിട്ടിയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് കലാരംഗത്താണെങ്കിൽ സത്യം മാഷായാലും, കൊട്ടാരക്കര ശ്രീധരൻ നായരായാലും, അടൂർ ഭാസി ആയാലും, ഷീലയും ജയഭാരതിയും KS സേതുമാധവൻ സാറും വിൻസെൻറ്റും അടക്കം എത്രയോ പ്രതിഭകളുണ്ട് ഒരു പത്മ പുരസ്കാരം പോലും കിട്ടാതെ പോയവർ. ഈ അന്തരീക്ഷത്തിൽ അർഹനായ ഒരാൾക്ക് കേരളത്തിലെ പ്രശസ്തമായ ഒരു കോളേജ് ഡോക്ടറേറ്റ് നൽകാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കോളേജിനെ അഭിനന്ദിക്കണം. കോഴിക്കോട് സർവകലാശാല ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അവരെ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ഞാൻ പറയും. സഹസംവിധായകനായും ഗാനരചയിതാവായും തിരക്കഥാകൃത്തായും സംവിധായകനായും ഒക്കെ സജീവമായി നിൽക്കുന്ന, തൻ്റെ കാലഘട്ടത്തിൽ വന്നവരെല്ലാം വിസ്മൃതിയിലായിട്ടും സജീവമായി നിൽക്കുന്ന സത്യൻ അന്തിക്കാടിന് ഡോക്ടറേറ്റ് നൽകിയാൽ ആരും അയ്യെന്ന് പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ദേശീയ അവാർഡും 5 സംസ്ഥാന അവാർഡുകളും അടക്കം നേടിയ സംവിധായകനാണ് സത്യേട്ടൻ. എന്നുമാത്രമല്ല, സത്യേട്ടൻ്റെ ഒരു പന്താവിലൂടെയുള്ള സിനിമ, സത്യേട്ടന് മാത്രം ചെയ്യാവുന്ന സിനിമകൾ എന്തുമാത്രം നമ്മളെ ചിരിപ്പിക്കുന്ന, നർമ്മബോധമുള്ള, ചിന്തിപ്പിക്കുന്ന എത്രയോ നല്ല സിനിമകൾ സത്യേട്ടൻ ചെയ്തിരിക്കുന്നു. കാലം മാറിയിട്ടും മാറ്റി നിർത്താനാവാത്ത ഒരു സംവിധാന പ്രതിഭയാണ് അദ്ദേഹം എന്നതിലും തർക്കമുണ്ടാവില്ല. നമുക്ക് സത്യേട്ടന് അഭിനന്ദനങ്ങൾ നേരാം. ഇനി മുതൽ ഇവിടെ പലരും പൈസ കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങുന്ന കാലമാണ്. സത്യേട്ടനെ പോലെ അർഹതപ്പെട്ട ഒരാളിന് ഡോക്ടറേറ്റ് കിട്ടുമ്പോൾ ഡോക്ടർ സത്യൻ അന്തിക്കാട് എന്തായാലും അദ്ദേഹം വയ്ക്കില്ല, ലെറ്റർ പാഡിലും അടിക്കില്ല. അദ്ദേഹം സത്യനാണ്, അല്ലെങ്കിൽ സത്യൻ അന്തിക്കാടാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി. എന്നാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകുന്നു, ഡിലിറ്റ് ബിരുദം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം സിനിമയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഒരു പ്രതിഫലനം തന്നെയാണത്. സത്യേട്ടന് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗാനകോകിലം യാത്രയായി. ഒരുപാട് അസുഖങ്ങളാൽ കുറേ കാലമായി ദുരിതം അനുഭവിച്ച ഗായികയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജാനകി അമ്മ. 1990 അമേരിക്കൻ പര്യടന സമയത്ത് കഠിനമായ നെഞ്ചുവേദനയെ തുടർന്ന് അമേരിക്കയിലെ ഏതോ ആശുപത്രിയിൽ അവർ അഡ്മിറ്റായി. 90 എന്ന് പറയുമ്പോൾ 36 വർഷം മുമ്പ്. അപ്പോൾ അവരുടെ ഹാർട്ട് 36 വർഷമായിട്ട് കുഴപ്പത്തിലാണ്. അതിൽ കൂടെയാണ് ശ്വാസം മുട്ടൽ. സായിപ്പിൻ്റെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഇല്ലാത്ത ഗാനകോകിലത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അവർ എന്തോ കുത്തിവയ്പ്പ് കൊടുത്ത് ഉറക്കി കിടത്തി ആശുപത്രിയിൽ. കൂടെ ആണെങ്കിൽ ഏക മകനാണല്ലോ അവർക്ക്, ആണും പെണ്ണുമായിട്ട് ഒരാളല്ലേ ഉള്ളൂ, മുരളീകൃഷ്ണ. കൂടെ അയാൾ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. അയാളെ ആണെങ്കിൽ അകത്തേക്ക് കടത്തി വിടിയില്ലല്ലോ.
ജാനകി അമ്മയ്ക്കാണെങ്കിൽ ഇംഗ്ലീഷ് പരിജ്ഞാനവുമില്ല. അവർ ഉറങ്ങി ഉണരുമ്പോൾ ചുറ്റിനും മാലാഖകളെ പോലെ ഒരു കൂട്ടം നേഴ്സുമാർ കണ്ണുമ ചിമ്മാതെ ഗായികയെ നോക്കി നിൽക്കുകയാണ്. അവരുടെ വേരിയേഷൻ്റെയൊക്കെ കാര്യങ്ങളായിരിക്കാം, ആ ഏറ്റക്കുറച്ചിലുകളൊക്കെ നോക്കി നിൽക്കുകയാണ്. നന്നായി അവരെ പരിചരിക്കുന്നു. താൻ എത്ര നേരം ഉറങ്ങി, അല്ലെങ്കിൽ എപ്പോഴുണർന്നു, എത്ര ദിവസം പിന്നിട്ടു, ഒന്നും പാവം ഗായിക്ക് അറിയില്ല. കഴിഞ്ഞ 3 നാൾ തന്നെ പരിചരിച്ച ഒറ്റ നേഴ്സുമാരും അന്യഭാഷക്കാരെ അന്യദേശക്കാരോ അല്ല. അവരെ പരിചരിച്ചത് മുഴുവൻ മലയാളി നേഴ്സുമാരായിരുന്നു. തിരുവല്ലയിലും ആലപ്പുഴയിലും കോട്ടയത്തും കൊച്ചിയിലുമൊക്കെയുള്ള മലയാളികളായ മാലാഖ കുട്ടികളാണ് അവരെ 3 ദിവസവും രാത്രിയും പകലും ശ്രദ്ധിച്ചത്. അതിലൊരാൾ, ഒരു നേഴ്സ്, നേർത്ത ശബ്ദത്തിൽ പ്രിയപ്പെട്ട ഗായിക എസ് ജാനകിയുടെ കാതോട് ചേർന്ന് മുഖം താഴ്ത്തി ചോദിച്ചു, സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ. ആ നേഴ്സ് താൻ പാടിയ ഗാനം അമേരിക്കയിലെ ഒരു ആശുപത്രിയിലെ ICU യൂണിറ്റിനകത്ത് നിന്ന് കേട്ടപ്പോൾ ജാനകിയമ്മയുടെ ഹൃദയവേദന പമ്പ കിടക്കുന്നതായിരുന്നു. സ്വന്തം അമ്മയെ നോക്കുന്നത് പോലെ, തങ്ങളുടെ മൂത്ത ചേച്ചിയെ പരിചരിക്കുന്നത് പോലെ ഈ നേഴ്സുമാർ കഴിഞ്ഞ 3 ദിവസം ജാനകിയമ്മയെ ICUവിനകത്ത് പൊന്നുപോലെ നോക്കി. ഉറക്കമിളക്കണ്ട, നിങ്ങൾ പോയി റെസ്റ്റ് എടുക്കുമെന്ന് ജാനകിയമ്മ പറഞ്ഞപ്പോൾ, അമ്മ, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും അമ്മയുടെ ചുണ്ടുകളിൽ ഒരു പാട്ടുള്ളത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ ഉത്തരം ഗാനകോകിലത്തെ വല്ലാതെ സന്തോഷപ്പെടുത്തി. ജാനകിയമ്മ ഉറങ്ങുമ്പോഴും ആ ചുണ്ടിൽ ഏതോ മധുരമുള്ള, നമ്മുടെ തത്തമ്മയുടെയൊക്കെ ശബ്ദം പോലെ മധുരമുള്ള ഒരു പാട്ട് തത്തിക്കളിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിലപ്പുറം എന്ത് കിട്ടാനല്ലേ. തന്നെ കൊണ്ട് പാടിച്ചവരിൽ MS ബാബുരാജ് എന്ന ബാബുക്കയുടെ പ്രിയപ്പെട്ട ജാനകിയമ്മയായിരുന്നു. പ്രിയപ്പെട്ട ഗായികയാണ് ജാനകിയമ്മ. തൻ്റെ പ്രിയ ഗായികയെ ചിറക് വിരിച്ച് പറക്കാൻ വിടുന്ന സംഗീത സംവിധായകനായിരുന്നു ബാബുരാജ്. ഇപ്പോൾ ദേവരാജ മാഷിൻ്റെ അവിടെ ചെന്നാൽ ഹെഡ് മാസ്റ്റർ നിൽക്കുമ്പോഴാണല്ലോ നിൽക്കുന്നത്. യേശുദാസ് എന്നല്ല, ഇനി ദൈവം തമ്പുരാൻ പാടാൻ വന്നാലും ഇങ്ങനെ പാടിയാൽ മതി ദാസപ്പ, ആ അക്ഷരം ഇങ്ങനെ വലിക്കേണ്ട ദാസപ്പ, അവിടെ കുറുക്കേണ്ട ദാസപ്പ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് വരച്ച വരയിൽ നിർത്തി പാടിക്കും. എനിക്ക് തോന്നുന്നു ഇളയരാജയും അങ്ങനെയാണ്. പക്ഷെ ബാബുരാജ് ജാനകിയമ്മയ്ക്ക് എന്താ പറയുക, പാറിപ്പറന്ന് ചിറകടിച്ച് പറന്ന് പാടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഗാനം കേൾക്കാൻ ചെവിയോർത്ത് അരികിലിരുന്ന പാട്ടുണ്ടല്ലോ, അഞ്ജന കണ്ണെഴുതി അല്ല താലി ചാർത്തി, കവിളത്തെ കണ്ണീർ കണ്ട് താമര കുമ്പിളിലല്ലേ മമ ഹൃദയം താനെ തിരിഞ്ഞും മറിഞ്ഞു. MS ബാബുരാജ് എന്ന ബാബുക്ക് നൽകിയ നിരവധി ഗാനങ്ങൾ തെലുങ്കിൽ തൻ്റെ ചെറിയ പുസ്തകത്തിൽ, ഇത്രയുള്ളൊരു പുസ്തകമല്ലേ കയ്യിൽ എപ്പോഴും വച്ചേക്കുന്നത്, ആ പുസ്തകത്തിൽ എഴുതിയെടുത്ത് അവർ ലൈവായി പാടുമ്പോൾ ഈ ഗായിക മലയാളി അല്ല എന്ന് ആർക്കും പറയാനാവില്ല. അപ്പോൾ ഭാഷ അറിയില്ലെങ്കിലും ഞാൻ തെലുങ്കിൽ എഴുതി ഒരു എല്ലാ ലെറ്റേഴ്സ് കോമൺ ലെറ്റേഴ്സ്, ഇത് 1-2 തന്നെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അത് അവർ ചോദിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പ്രൊനൗൺസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കും, പിന്നെ അത് ഞാൻ പാടും. അത് നന്നായിട്ട് തന്നെ ഇരിക്കും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഭഗവാന്റെ കൃപയിലെ നേറ്റിവിറ്റി ഇരിക്കും. ഏത് ലാംഗ്വേജ് പാടിയാലും ഒരു ഭഗവാന്റെ മുൻപ് പാടാനായതിനും എൻ്റെ വായ്സ് നന്നായിരിക്കണം, അത്ര തന്നെ. സിനിമയിലെ പാടണം എന്നുകൂടെ ഒന്നുമില്ല. ഇവിടെ പോയാൽ നമ്മൾ ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചാൽ അത് പാടാൻ നന്നായിരിക്കണം, അത്ര തന്നെ. അവന് പാടാൻ വേണ്ടി ശ്രീകൃഷ്ണ ഈ ദേഹം പഠിച്ചു, ഇതിൽ ഇരുന്നും പാടുന്നു. എനിക്ക് സംബന്ധമില്ല, ഒന്നും അറിയില്ല. മോഡുലേഷൻസ് അതെല്ലാം കൂടെ ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. ഇനിയൊരു മനുഷ്യജന്മം എനിക്കുണ്ടെങ്കിൽ മലയാളിയായി
താൻ ജനിക്കുമെന്ന് തുറന്നു പറയുന്ന ഗായികയായിരുന്നു അവർ. എനിക്കിനി ഒരു ജന്മം കിട്ടുകയാണെങ്കിൽ, മനുഷ്യ ജന്മം കിട്ടുകയാണെങ്കിൽ എനിക്ക് മലയാളിയായിട്ട് ജനിച്ചാൽ മതി. അത് തമിഴിന് ദേഷ്യം വരുമോ തെലുങ്കിന് ദേഷ്യം വരുമോ ഒന്നും അവർ നോക്കിയില്ല. തുറന്ന് പറഞ്ഞ ആളായിരുന്നു. എന്നിട്ട് അവർ തന്നെ തിരുത്തി, അല്ല ഈ ജന്മം തന്നെ ഞാൻ മലയാളിയല്ലേ. അങ്ങനെയാണ് അവർ തിരുത്തിയത്. ഞാൻ സ്വപ്നം കാണുന്നത് പോലും മലയാളത്തിലാണെന്ന് തുറന്നു പറഞ്ഞ പ്രിയ ഗായികയായിരുന്നു എസ് ജാനകി. എൻ്റെ സ്വപ്നങ്ങൾ പോലും മലയാളത്തിലായിരുന്നു. പാവം. സംഗീത സംവിധായകൻ്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ഗാനത്തെ, ഒരു വാക്കിനെ, ഒരു അക്ഷരത്തെ ഉയർത്തുന്ന ഗായികയായിരുന്നു എസ് ജാനകി എന്നാണ് സംഗീത സംവിധായകൻ പുകഴേന്തി എന്ന് പറഞ്ഞ പ്രശസ്തനായ സംഗീത സംവിധായകൻ പറയുമായിരുന്നത്. എനിക്ക് വിലമതിക്കാനാകാത്ത ചില ഭാഗ്യ സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നനച്ചിരിക്കാത്ത മഹാഭാഗ്യങ്ങളായാണ് ഞാൻ അതിനെയൊക്കെ കാണുന്നത്. എന്താണെന്നറിയില്ല, നമ്മുടെ പ്രിയ ഗായികമാരിൽ എനിക്ക് ജാനകി അമ്മയോളം പ്രിയപ്പെട്ട മറ്റൊരു ഗായികയില്ല. പി ലീല പാടുന്ന ജ്ഞാനപ്പാന കേൾക്കാനും പി സുശീലാമ്മ പാടുന്ന തമിഴ് പാട്ടുകൾ കേൾക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ജാനകി അമ്മയാണ് എൻ്റെ പ്രിയപ്പെട്ട ഗായിക. ഇതറിയാവുന്ന, നന്നായിട്ട് അറിയാവുന്ന എൻ്റെ സ്നേഹിതൻ ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ ഒരു നാൾ എന്നെ വിളിച്ചു, ദിനേശേ, വേഗം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു സർപ്രൈസ് തരാം. സർപ്രൈസോ? കാര്യം പറ എന്നായി. ഞാൻ അത് സസ്പെൻസ്. ഞാൻ വണ്ടിയെടുത്ത് അന്ന് ഗോപാലകൃഷ്ണൻ താമസിക്കുന്ന തൈക്കാട് എലങ്കത്ത് നഗറിൽ ചെന്നു. വാതിൽ തുറന്ന് ഞാൻ അകത്ത് കയറുമ്പോൾ മുന്നിലെ ദിവാനിയിൽ സ്വന്തം ബ്രാൻഡായ വലിയ വട്ടപ്പൊട്ടിടാത്ത വെള്ള ജാക്കറ്റും വെള്ളയിൽ വയലറ്റ് ബോർഡറുള്ള സാരിയും ഇടം കൈയിൽ ഒരു ചെറിയ കറുത്ത വാച്ചും വലം കൈയിൽ ഒരു ചുവന്ന മന്ത്രച്ചരടും വെള്ള കർച്ചിഫ് മടക്കി വച്ചതുമായി എൻ്റെ പ്രിയപ്പെട്ട ഗായിക ആ ദിവാനിയിലിരിക്കുന്നു, ജാനകി അമ്മ. എന്നെപ്പറ്റി ഗോപാലകൃഷ്ണൻ വല്ലതും പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. കണ്ട മാത്രമേ തന്നെ എന്നെ നോക്കി ഒരു 101 ഡിഗ്രിയിലെ ഒരു ചിരി ഇരിച്ചു. ശരിക്കും ഞാൻ സ്വപ്ന ലോകത്ത് ആയതുപോലെ ആയിപ്പോയി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട ജാനകി അമ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് വിടർന്ന ചിരിയോടെ. ഏറെ നേരത്തെ ചിരിക്ക് ശേഷം ഗോപാലകൃഷ്ണൻ ഫോട്ടോ എടുക്കാൻ വിളിച്ചു. ഞാൻ ജാനകി അമ്മ ഇരിക്കുന്ന ദിവാനിയുടെ പിറകിൽ നിൽക്കാനായി നടന്നപ്പോൾ ദിവാനിയിൽ അല്പം നീങ്ങിയിരുന്നിട്ട് അവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഇവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഞാനിരുന്നു. ഒരു ലോകം കീഴടക്കിയ സന്തോഷത്തോടെയാണ് ഞാനപ്പോൾ ജാനകിയമ്മയുടെ അടുത്തിരുന്നത്. ഈ നമ്മുടെ ഗോപാലകൃഷ്ണൻ്റെ ഒരു ശീലം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞിട്ടായാലും ശരി, ഞാൻ പറയാതെ ഗോപാലകൃഷ്ണന് തോന്നിയിട്ടായാലും ശരി, അയാൾ പലരുടെ കൂടെ നിർത്തി നമ്മുടെ ഫോട്ടോ എടുക്കും. പക്ഷേ ഒരു തവണ പോലും ആ എടുത്ത ഫോട്ടോകൾ നമുക്ക് പ്രിൻ്റ് തരേയില്ല. എത്ര ഓർമ്മിപ്പിച്ചാലും ആ പ്രിൻ്റ് തരില്ല. ഓരോരോ കിഴിവുകൾ പറഞ്ഞ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കാതാക്കും. എത്ര പ്രാവശ്യം ചോദിക്കും ഒരു ഫോട്ടോ, അല്ലേ? നമ്മളെ തടിയം NL ബാലകൃഷ്ണൻ്റെയും പ്രകാശ് രാജിൻ്റെയും അടക്കം ചിലരോടൊപ്പം ഇതേപോലെ ഞാൻ നിന്ന് പടം എടുത്തിട്ടുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ പ്രിൻ്റ് തരില്ല. ഞാനൊട്ട് ചോദിക്കാറുമില്ല. എന്തുകൊണ്ടോ ജാനകി അമ്മയുമായുള്ള പടം എനിക്ക് ഗോപാൽ ചോദിക്കാതെ തന്നെ അയച്ചു തന്നു. വലിയ പ്രിൻ്റാക്കി ലാമിനേറ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ വച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ള ഏക ഗായകൻ്റെയും പറഞ്ഞാൽ ആകപ്പാടെ എൻ്റെ വീട്ടിലുള്ള ഒരൊറ്റ പടമായി ജാനകി അമ്മയും ഞാനും കൂടി ഇരിക്കുന്ന പടം നിധി പോലെ സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. മലയാളിക്ക് പ്രിയപ്പെട്ട ഗായികമാരിൽ എന്തുകൊണ്ടും
ജാനകിയമ്മയുടെ സ്ഥാനം ഒന്നാമതാണ് എന്ന് ഞാൻ പറയും. അതിൻ്റെ വിരുദ്ധ അഭിപ്രായമുള്ളവരുണ്ടാവും. ഇപ്പോൾ ജയേട്ടൻ, പാട്ടുകാരൻ ജയചന്ദ്രൻ, സുശീലാമ്മയല്ലേ എപ്പോഴും പറയുള്ളൂ. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആയിരിക്കാം. ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ നിന്ന് അവർ പോയത് തനിക്ക് ഒരുപാട് പാട്ടുകൾ എഴുതുന്ന പി ഭാസ്കരൻ മാഷിൻ്റെ വീട്ടിലേക്കായിരുന്നു, ജവഹർ നഗറിൽ, തിരുവനന്തപുരത്ത്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം എന്നെഴുതിയ ഭാസ്കരൻ മാഷ് മറവിയുടെ രോഗത്തിൽ അടിമപ്പെട്ട കാലമായിരുന്നു. അപ്പം ജാനകിയമ്മ വരുമ്പോൾ ശരിക്കും അൾഷിമേഴ്സ് ബാധിച്ച് ആരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാഷ് പോയി കഴിഞ്ഞു. ഏകാന്ത തീരത്താണ് മാഷ് ഇപ്പോൾ എന്ന് പറയാം. നമ്മുടെ പ്രശസ്ത എഴുത്തുകാരൻ, സിനിമകളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയെക്കുറിച്ചൊക്കെ ഭംഗിയായിട്ട് എഴുതുന്ന ഒരുപാട് പുസ്തകങ്ങളുടെ രചയിതാവായ രവി മേനോൻ്റെ ഒപ്പമാണ് ജാനകിയമ്മ തൻ്റെ പ്രിയപ്പെട്ട കവിയെ കാണാൻ പോയത്. മാഷിൻ്റെ നിസ്സംഗമായ മുഖം കണ്ട് ജാനകിയമ്മ നിറ കണ്ണുകളോടെ നിന്നു. തിരുവനന്തപുരത്ത് ഒരു ഗാനമേളയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് അന്ന് ജാനകിയമ്മ. സ്വാഭാവികമായും അവിടെ പാടുന്ന പാട്ടുകളിലേറെയും ഭാസ്കരൻ മാഷ് എഴുതിയത് തന്നെയായിരിക്കും. അതിനു മുമ്പ് അസുഖബാധിതനായ മാഷിനെ ഒന്ന് കാണണമെന്നവർക്ക് വലിയ ആഗ്രഹം. എന്നെ ഞാനാക്കിയ പാട്ടെഴുത്തുകാരനല്ലേ, എനിക്ക് കാണണം എന്നവർ വാശി പിടിച്ചു. രവി മേനോനുമായി ജാനകിയമ്മ ചെല്ലുമ്പോൾ മാസ്റ്റർ നല്ല ഉറക്കത്തിലാണ്. കൈകൾ രണ്ടും മാറത്ത് ചേർത്ത് വച്ച് നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെ ഭാസ്കരൻ മാഷ് കിടന്നുറങ്ങുന്നു. ഉറക്കത്തിന് ഭംഗം വരുത്തി മൃദുവായി അദ്ദേഹത്തെ തട്ടി ഉണർത്തി ഭാര്യ. എന്നിട്ട് ജാനകി വന്ന വിവരം ഭാര്യ പറഞ്ഞു ഭാസ്കരൻ മാഷിനോട്. ഏത് ജാനകി എന്ന് ചോദിച്ചില്ല എങ്കിലും മാസ്റ്ററുടെ മുഖത്തെ നിസ്സംഗത അല്ലെങ്കിൽ നിസ്സംഗഭാവം അതായിരുന്നു. ഏത് ജാനകി, ആര്, എവിടെ എന്നുള്ള രീതിയിലായിരുന്നു. വീട് തെറ്റി കയറി വന്ന ഏതോ അപരിചിതയെ എന്ന വണ്ണം മാസ്റ്റർ ജാനകിയെ അപരിചിത ഭാവത്തോടെ തുറച്ചു നോക്കി. ആ മുഖത്ത് കണ്ട നിസ്സംഗഭാവം ഈ ജന്മം മറക്കില്ല എന്നാണ് രവിമേനോൻ പറയുന്നത്. ആരാ, മനസ്സിലായില്ലല്ലോ. ആ ചോദ്യം കേട്ട ജാനകിയമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ഗദ്ഗതം ഈ നിമിഷവും എൻ്റെ കാതിൽ മുഴങ്ങുന്നു എന്നാണ് രവിമേനോൻ പറയുന്നത്. ആത്മകഥമെന്നോണം ജാനകിയമ്മ മൃദുവായി പറഞ്ഞു, മാസ്റ്റർ, ഇത് ഞാനാണ് ജാനകി. ഓർമ്മയുടെ വിജനതീരത്ത് വൃഥ അലഞ്ഞ ശേഷം നിസ്സഹായനായി ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞത്, എനിക്കറിയില്ലല്ലോ നിങ്ങളെ, ഈ മുഖം മുൻപ് കണ്ടിട്ടേയില്ല ഞാൻ. ആ മറുപടി കേട്ട് തളർന്നു പോയ ജാനകി അമ്മയോട് എന്താ പറയുക? ജാനകി അമ്മ വിഷമിക്കരുത്, കുറച്ചു കാലമായി മാസ്റ്റർ ഇങ്ങനെയാണ്, ഒരു പാട്ട് പാടി നോക്കൂ എന്ന് രവിമേനോൻ പറഞ്ഞു. മുഖം മറന്നാലും ആ ശബ്ദം മറക്കാനാവും മാസ്റ്റർക്ക്? ഭാസ്കരൻ മാസ്റ്ററുടെ നൂറുകണക്കിന് പാട്ടുകൾ പാടി അനശ്വരമാക്കിയ ഗായികയല്ലേ. 1959 പുറത്തു വന്ന മിന്നൽ പടയാളിക്കായി മാസ്റ്റർ എഴുതിയ രാക്കുയിലെ എന്ന പാട്ടിൽ തുടങ്ങിയ ബന്ധമാണ് മാഷുമായിട്ട് ജാനകിയമ്മയ്ക്കുള്ളത്. വാതിലിൽ ചാരി നിന്ന് ജാനകിയമ്മ പാടി, തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ എന്ന ഭാസ്കരൻ മാഷിൻ്റെ മനോഹരമായ പാട്ട് ജാനകിയമ്മ പാടി. ബാബുക്കയുടെ സംഗീതത്തിൽ മൂടുപടത്തിനായി ഭാസ്കരൻ മാഷ് എഴുതിയ മനോഹരമായ പാട്ടിൻ്റെ പല്ലവി പാടിക്കഴിഞ്ഞ് ചരണത്തിൻ്റെ തുടക്കം എത്തിയപ്പോൾ ഏതോ ഉൾവിളിയാൽ എന്ന വണ്ണം ഭാസ്കരൻ മാസ്റ്റർ പതുക്കെ
കിടന്നിരുന്ന ഭാസ്കര മാസ്റ്റർ പതുക്കെ എഴുന്നേറ്റിരുന്നു. പൂന്നുള്ളി പൂന്നുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ. ആലാപനത്തിൻ്റെ ഏതോ ഘട്ടത്തിൽ എവിടെയോ വച്ച് ആ ഗാനപ്രവാഹത്തിൽ ലയിച്ചിരുന്നു മാസ്റ്റർ. കവിയും പാട്ടുകാരിയും ഒന്നായി ഗാനത്തിൻ്റെ ആത്മാവിലൂടെ ഒഴുകിയപ്പോൾ മാസ്റ്ററുടെ ഭാര്യ തൊട്ടടുത്തിരുന്ന് കണ്ണീരൊപ്പി. ജാനകിയമ്മ പിന്നെയും പാടി. മലയാളിയുടെ സംഗീത ഹൃദയത്തെ ആർദ്രമാക്കിയ ഗാനങ്ങൾ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടത്തെ എന്നുള്ള പാട്ട് പാടി. കേശാദിപാദം തൊഴുന്നേ പാടി. നിദ്രിതൻ നീരാഴി നീന്തി കടന്നപ്പോൾ എന്നുള്ള പാട്ട് പാടി. ഓരോ ഗാനവും ചരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വയം അറിയാതെ മാസ്റ്റർ ആലാപനത്തിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. ഏതോ അദൃശ്യ ശക്തിയുടെ പ്രേരണയാൽ എന്നവണ്ണം അദ്ദേഹവും അതിൽ ലയിച്ചിരുന്നു. നൊമ്പരവും ആഹ്ലാദവും ഇടകലർന്ന ആ സംഗീത വിരുന്നിന് ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ യാത്ര ചോദിക്കാൻ എഴുന്നേറ്റ ജാനകിയുടെ നേർക്ക് കൈകൂപ്പി നിഷ്കളങ്കമായ ചിരിയോടെ ഒരു കുട്ടിയെപ്പോലെ മാസ്റ്റർ ചോദിച്ചു, ഇതൊക്കെ ആരുടെ പാട്ടുകളാ? നല്ല ശബ്ദം, ഇനിയും വന്ന് ഇടയ്ക്കിടയ്ക്ക് പാടിത്തരണം കേട്ടോ. നിശബ്ദയായി ഒരു ഗദ്ഗതം നെഞ്ചിൽ അടക്കി പിടിച്ച് ജാനകിയമ്മ നിന്നു. അവർ പാടിയ പാട്ടാണെന്നോ അദ്ദേഹം എഴുതിയ പാട്ടാണെന്നോ ഒന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. നല്ല പാട്ട്, നല്ല ശബ്ദം, ഇനിയും വന്ന് പാടിത്തരണം കേട്ടോ എന്നാണ് മാഷ് പറഞ്ഞത്. ഇവിടെ രവിമേനോൻ ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞ മറ്റൊരു കഥ ഓർമ്മിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ സിസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ലളിത പത്മിനി രാഗിണിമാരുണ്ടല്ലോ, അതിൽ രാഗിണി ക്യാൻസർ ബാധിതയായി ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കഴിയുന്ന കാലം. അടുത്ത സുഹൃത്തു കൂടിയായ രാഗിണിയെ കാണാൻ ഭാസ്കര മാഷ് ആശുപത്രിയിലെത്തി. നല്ല ക്ഷീണിതയാണ് രാഗിണി. വെള്ളിത്തിരയിലെ പഴയ സ്വപ്ന റാഡിയുടെ നേർത്ത നിഴൽ മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഗിണി. മാസ്റ്ററെ കണ്ടതും രാഗിണി പണിപ്പെട്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒപ്പം പഴയൊരു പാട്ടിൻ്റെ ഭാസ്കര മാസ്റ്റർ എഴുതിയ പഴയൊരു പാട്ടിൻ്റെ ഈരടികൾ അവർ മൂളി. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. കണ്ണീർ അടക്കാനാവാതെ ആശുപത്രി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ കഥ മാസ്റ്റർ തന്നെ വികാര വായ്പോടെ രവിമേനോനോട് പറഞ്ഞതാണ് ഇക്കാര്യം. കാലം മാറുന്നു, കഥാപാത്രങ്ങളും. അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പാട്ടിൻ്റെ ഈരടികൾക്ക് മാത്രം മാറ്റമില്ല. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു എന്നുള്ള വരി മലയാളിക്കെല്ലാം അറിയാവുന്ന വരികളാണല്ലോ. ഇതിനേക്കാൾ ആത്മബന്ധമുള്ള ഒരു കഥ പറയാം. 2004 നടന്ന ഒരു സംഭവമാണ്. കടുത്ത ശ്വാസതടസ്സവുമായി ജാനകിയമ്മ ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റായി. പെട്ടെന്ന് പാട്ടുകാരിക്ക് റിലീഫ് കിട്ടാനായി പരിശോധിച്ച ഡോക്ടർ പെൻസിലിനടങ്ങിയ മരുന്ന് കുത്തിവെച്ചു. പണ്ടേ കുട്ടിക്കാലം മുതലേ പെൻസിലിൻ അലർജിയുള്ള ആളാണ് പ്രിയ ഗായിക എന്ന് ഈ ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ആശ്വാസം കിട്ടി വീട്ടിലെത്തുമ്പോൾ പെൻസിലിൻ്റെ തിക്തഫലങ്ങൾ തലപൊന്തി. ശ്വാസം അല്പാൽപമായി നിലയ്ക്കും പോലെ. ശരീരമാകെ വേർപ്പ് കൊണ്ട് നനഞ്ഞു കുളിച്ച പോലെയായി. ഒരിറ്റ് ശ്വാസത്തിനായി അവർ വെപ്രാളം കാട്ടുകയാണ്. ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു. ഒരു നിമിഷം പാഴാക്കാതെ വേഗം അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. പതിയെ പതിയെ ജാനകിയമ്മയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. വീട്ടിലെ ഒരു കാറുണ്ട്, അത് വർക്ക്ഷോപ്പിലാണ്. ആ ക്രിട്ടിക്കൽ അവസരത്തിൽ ആരോ പറഞ്ഞു വിട്ട കണക്ക് ആപത് ബാന്ധവനായി ഒരു മലയാളിയായ ആംബുലൻസ് ഡ്രൈവർ എത്തി. തലങ്ങും വിലങ്ങും
ചീറിപ്പായുന്ന തിരക്കേറിയ റോഡിലൂടെ അസാമാന്യമായ വൈദഗ്ധ്യത്തോടെ അയാൾ ആംബുലൻസ് പായിച്ചു. 10 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചു. മകൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ജാനകിയമ്മ അറിഞ്ഞത്. കാരണം അതിനു മുമ്പ് തന്നെ അവരുടെ ബോധം പോയി കഴിഞ്ഞു. ബോധരഹിതയായ ഗായികയെ താങ്ങിപ്പിടിച്ച് ആ മലയാളി ഡോക്ടർമാരുടെ മുന്നിലെത്തിച്ചു. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഗായിക ഉണരുമായിരുന്നില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. എൻ്റെ അമ്മയെപ്പോലെയാണ് ജാനകി അമ്മ. കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ശബ്ദം എൻ്റെ ജീവൻ പണയപ്പെടുത്തി അമ്മയെ ആശുപത്രിയിൽ എത്തിക്കും എന്ന് ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ ശരിക്കും ഞാൻ കരഞ്ഞുപോയി. അറിയാവുന്ന ദൈവങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞു ഞാൻ. സ്നേഹമാണ് ഏറ്റവും ഉദാത്തമായ സംഗീതം എന്ന് പറയാതെ പറയുകയായിരുന്നു ആ ഡ്രൈവർ. അയാളൊരു മലയാളി ആയിരുന്നു എന്നത് വ്യക്തിപരമായി എനിക്ക് ഏറെ സന്തോഷമുള്ള കാര്യം എന്നാണ് പിന്നീട് ജാനകിയമ്മ പറഞ്ഞത്. അമേരിക്കയിൽ ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്ന നേഴ്സുമാരും മലയാളികൾ. ഇപ്പോൾ ചെന്നൈയിൽ ആംബുലൻസിൽ എന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ച ആളും മലയാളി. കൊല്ലം അഞ്ചലിനടുത്ത് ഏരൂർ സ്വദേശിയായ രഘുകുമാർ ആയിരുന്നു ആ ആംബുലൻസിൽ ജീവഭയമില്ലാതെ ഓടിച്ച് ജാനകിയമ്മയെ രക്ഷിച്ച ആൾ. രഘുകുമാറിൻ്റെ നാട്ടുകാരൻ ഒരു ശ്യാംലാൽ നമ്മുടെ ചാനലിൻ്റെ സ്ഥിരം കാഴ്ചക്കാരനാണ്. ശ്യാംലാൽ ഈ രഘുകുമാറിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് പുള്ളിയെ എനിക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്താ, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഡീറ്റെയിലും ഒക്കെ തരാൻ പറഞ്ഞു. ശ്യാംലാൽ രഘുകുമാറിൻ്റെ ഫോട്ടോയും നമ്പരും എനിക്ക് അയച്ചു തന്നു. ഞാൻ രഘുകുമാറിനെ വിളിച്ചു. 1991 മുതൽ 2008 വരെ ചെന്നൈയിൽ ജോലി നോക്കിയ ആളാണ് രഘുകുമാർ. ഞാൻ ചോദിച്ചു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ലോറി ഓടിക്കുന്നു. കുറച്ച് നേരെ ഞാൻ സംസാരിച്ചുള്ളൂ. പ്രിയപ്പെട്ട ഗായികയുടെ ജീവൻ രക്ഷിക്കുക എന്ന ഒറ്റ ചിന്തയിൽ 10 കിലോമീറ്ററോളം പറക്കുകയായിരുന്നു ആംബുലൻസ്. ഭാഗ്യം കൃത്യസമയത്ത് എനിക്ക് എത്തിക്കാനായി. ഒരു തവണ വീട്ടിൽ പോയി ജാനകി അമ്മയെ ഈ രഘുകുമാർ നേരിക്കണ്ടു. ജാനകി അമ്മയുടെ വീട്ടിൽ ചെന്നു. ഒരു തവണ 4-5 വട്ടം ഫോണിൽ വിളിച്ച് രഘുകുമാർ പിന്നെയും പരിചയം പുതുക്കി. ഇത് രണ്ടും എന്നോട് രഘുകുമാറാണ് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനാവും ജാനകി അമ്മയെക്കുറിച്ച്. നമ്മുടെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് പ്രായാധിക്യമുള്ള രോഗാതുരരായ എസ് ജാനകിയുടെയും പി സുശീലയുടെയും പേരുകൾ. നമ്മൾ കേരളത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന JC ഡാനിയൽ പുരസ്കാരത്തിനായി ഇവരെ രണ്ടുപേരെയും പരിഗണിക്കണമെന്ന് ഒരുപാട് പ്രാവശ്യം പല എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. കൈബലം ഉള്ളവൻ കാര്യക്കാരനാകുന്ന കാലമാണ് ഇപ്പോൾ കേരളത്തിൽ. ഒരാളും നമ്മൾ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല. ഭരിക്കുന്ന പാർട്ടികളുടെ ചട്ടുകങ്ങളായി പുരസ്കാരങ്ങൾ വീതം വയ്ക്കുന്ന കാലമാണിപ്പോൾ. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാള മനസ്സ് കീഴടക്കിയ മഹാഗായികയാണ് ജാനകിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്നലെ അവർ മരിച്ചപ്പോൾ കുറിപ്പെഴുതി. നാണമില്ലേ ഇങ്ങനെ എഴുതാനെന്ന് ചോദിക്കാനാണ് ആ കുറിപ്പ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ഈ കുറിപ്പ് എഴുതി കൊടുത്തവനോ പിണറായിക്കോ സജി ചെറിയാനോ ഈ ഗായികയെ നമ്മൾ ആദരിക്കണം, അല്ലെങ്കിൽ നാളെ ജനം പരിഹസിക്കുമെന്ന ബോധമേ ഉണ്ടായിരുന്നില്ല. ഈ 10 വർഷം JC ഡാനിയൽ അവാർഡ് കൊടുത്തവരെക്കാൾ, കൊടുത്ത പല യോഗ്യന്മാരുണ്ടല്ലോ, അവരെക്കാൾ യോഗ്യത ജാനകി അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലേ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. പക്ഷെ കൊടുക്കില്ല. കാരണം അവർ ആരുടെയും പിറകെ എനിക്കൊരു പുരസ്കാരം വേണം, എനിക്കൊരു പതക്കം വേണം എന്ന് പറഞ്ഞ് യാചിച്ച് നടക്കാറില്ല. ജാനകി അമ്മയുടെ ശബ്ദം, മലയാളിയുടെ ഓർമ്മ എത്ര തലമുറ കേട്ടു എന്നാണ് എന്താ പറയുക ഒരാൾ ചോദിക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത്
യേശുദാസും ജാനകിയും പാടിയ പാട്ടുകൾ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. എൻ്റെ തലമുറയെ സിനിമയിൽ കൊണ്ടുവന്നതുപോലും ജാനകിയമ്മയാണ്. അവർക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ മഹാൻ ആര് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പിണറായിയുടെ 1ാം സർക്കാരിൻ്റെ കാലത്ത് 5 വർഷവും ചില്ലറ മാസവും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്ന കമലാണ് ഈ സുഖിപ്പിക്കൽ എഴുതി വച്ചിരിക്കുന്നത്. എന്നെയൊക്കെ സിനിമയിലേക്ക് ആകർഷിച്ചത് ജാനകിയമ്മയുടെ ശബ്ദമാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ എല്ലാവരും ചാകുമ്പോൾ പറയുന്ന പൊള്ളയായ വാചകങ്ങളാണ്. JC ഡാനിയൽ പുരസ്കാരം നിശ്ചയിക്കേണ്ട കമ്മിറ്റിയെ പോലും തീരുമാനിക്കുന്നത് അക്കാദമി ചെയർമാനാണ്. S ജാനകിക്ക് 1 വർഷം, P സുശീലാമ്മയ്ക്ക് മറ്റൊരു വർഷം JC ഡാനിയൽ പുരസ്കാരം നൽകണം എന്നൊരു വാക്ക് ഈ മഹാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് ചാകുമ്പോൾ ഇതുപോലെ പറഞ്ഞു തേഞ്ഞ വാചകങ്ങൾ വച്ച് കാച്ചു. ജാനകിയമ്മ ആനയാണ്, പൂനയാണ്, ചക്കയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് അടിക്കും. ഒരു ആത്മാർത്ഥവും ഇല്ലാതെ അടിക്കുന്നതാണ്. 5 വർഷക്കാലം ചെയർമാനായിരുന്നു. 5 JC ഡാനിയൽ അവാർഡ് കൊടുക്കുന്നത് നിശ്ചയിക്കുന്നതിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു തവണ ഈ രോഗികളും പ്രായാധിക്യവും ഒക്കെ ഉള്ള ജാനകിയമ്മയ്ക്കോ സുശീലാമ്മയ്ക്കോ കൊടുക്കണമെന്ന് ഈ മഹാൻ പറഞ്ഞിട്ടേ ഇല്ല. സ്ത്രീപക്ഷത്ത് പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പിണറായി ഭരിച്ച 10 വർഷത്തിൽ എത്ര വനിതാ കലാകാരികളെ JC ഡാനിയൽ പുരസ്കാരത്തിന് പരിഗണിച്ചു എന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ ഇവരൊക്കെ പറയുന്ന സ്ത്രീപക്ഷം എന്ന് പറയുന്നത് പൊള്ളയാണ് എന്ന് മനസ്സിലാക്കാനാവും. 1200 പാട്ടുകൾ മലയാളത്തിൽ മാത്രം പാടിയ ജാനകിയമ്മയ്ക്ക് നൽകാത്ത സർക്കാരിൻ്റെ കോപ്പ് ആർക്ക് കൊടുത്തിട്ട് എന്ത് കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ. എത്ര തവണ നമ്മൾ തന്നെ പറഞ്ഞു എന്നറിയോ. 17 ഭാഷകളിലായി 60 വർഷം പിന്നണി പാടി ജാനകിയമ്മ. അതിൽ സിംഹള ഭാഷയുണ്ടായിരുന്നു, ജാപ്പാനീസും ജർമ്മനും ഇംഗ്ലീഷും ഒക്കെ ഉണ്ട്. മൊത്തം 48,000 പാട്ടുകളാണ് 17 ഭാഷകളിലായി ജാനകിയമ്മ പാടിയത്. 1977 16 വയതിലെ എന്ന ഈ അടുത്ത കാലത്ത് മരിച്ച ഭാരതി രാജ സിനിമയിലെ സിന്ദൂര പൂവേ എന്ന ഗാനത്തിന് ആദ്യ ദേശീയ അവാർഡ് ജാനകിയമ്മ നേടി. 1981 KS സേതുമാധവൻ സംവിധാനം ചെയ്ത വോപ്പാളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ എഴുന്നള്ളത്ത് എന്ന ഗാനത്തിനും 1984 തെലുങ്ക് സിനിമ സിത്താരയിലെ ബെന്തല്ലോ ഗോദാരി ആനന്ദം എന്ന പാട്ടിനും 1992 തേവർ മകനിലെ ഇഞ്ചിയിടി പഴക എന്ന് പറഞ്ഞ പാട്ടിനും അങ്ങനെ 4 തവണ അവർ ദേശീയ അവാർഡുകൾ നേടി. 14 പാട്ടുകൾ പാടി 11 തവണ കേരള സംസ്ഥാന പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. ആന്ധ്രയിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ 10 തവണയും തമിഴകത്ത് നിന്ന് 7 തവണയും അവർ അവാർഡുകൾ നേടി. 1986 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരവും 1987 സൂർസിംഗർ പുരസ്കാരവും 2005 സ്വരലയ യേശുദാസ് പുരസ്കാരവും നേടി. 2013 രാജ്യം പത്മഭൂഷൺ ജാനകിക്ക് പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്ത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് പത്മ പ്രഖ്യാപനം വന്നത്. പാടാൻ തുടങ്ങിയിട്ട് 55 വർഷം പിന്നിട്ട ശേഷം, അല്ലെങ്കിൽ എനിക്ക് 77 വയസ്സ് കഴിഞ്ഞ ശേഷം, P സുശീലയ്ക്ക് പോലും 2008 പത്മശ്രീ നൽകിയത്. P ലീല മരിച്ച ശേഷമാണ് പത്മഭൂഷൺ നൽകിയത്. ഇങ്ങനെ കലാകാരികളെ ബഹുമാനിക്കുന്നവർ ചെയ്യുന്ന പണിയല്ല ഈ പത്മ അവാർഡ് കൊടുത്ത ആൾക്കാർ ചെയ്തത് എന്ന് പരസ്യമായി ഒരു മടിയും മറയുമില്ലാതെ ജാനകിയമ്മ പറഞ്ഞു. ഈ പ്രായത്തിലാണ് പത്മ അവാർഡ് തരുന്നത് എന്നതിനാൽ എനിക്കത് വേണ്ട എന്ന് അവർ പ്രഖ്യാപിച്ചു. കുറഞ്ഞത് ഈ 77 വയസ്സായ ഈ ഘട്ടത്തിൽ കുറഞ്ഞത് ഭാരതരത്നമെങ്കിലും തരട്ടെ, അപ്പം ഞാൻ വാങ്ങാം, ഇതായിരുന്നു പ്രതികരണം. അവർ പത്മഭൂഷൺ തിരസ്കരിച്ചു. അതുകൊണ്ട് ഇന്നലെ പോലീസിൻ്റെ ആകാശത്തോടുള്ള വെടിവെപ്പുണ്ടായിരുന്നോ അറിയില്ല. എല്ലാം നേടിയെടുക്കുമ്പോഴും തീരാ ദുഃഖങ്ങൾ വിട്ടൊഴിയാത്തവരായിരുന്നു ജാനകിയമ്മ. 1997 ഭർത്താവ് റാം പ്രസാദ് മരിച്ചു. പിന്നെ അവർ നിറമുള്ള ഒരു വസ്ത്രവും ധരിച്ചിട്ടില്ല. ഗിറ്റാറിസ്റ്റ് കൂടിയായ മകൻ മുരളീകൃഷ്ണ, ആണും പെണ്ണുമായിട്ട് ഒരു മോൻ മാത്രമേ ഉള്ളൂ, ഏക മകൻ.
മരിച്ചു 2025 ജനുവരിയിൽ. മകൻ്റെ മകളോടൊപ്പം മൈസൂരിൽ ജീവിക്കുമ്പോഴാണ് അന്ത്യം. KS ചിത്രയുടെ വരവ് ജാനകിയമ്മയുടെ അവസരങ്ങൾ കുറച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭർത്താവിൻ്റെ മരണത്തോടെ ഒരു തരം വിരക്തിയിലേക്കും അവർ പോയി. 2017 ഞാനിനി സംഗീത ലോകത്തോട് വിട പറയുകയാണ് എന്ന് ജാനകിയമ്മ പ്രഖ്യാപിച്ചു. മൈസൂറിലെ മാനസംഗം ഗോത്രി ഓഡിറ്റോറിയത്തിൽ 2017 ഒക്ടോബറിൽ ഗണവദനി ഗുണസാഗരി പാടി അവർ ആലാപന രംഗത്തോട് വിട പറഞ്ഞു. ഇനി എൻ്റെ മകൾ, KS ചിത്രയെ വിളിക്കുന്നതാണ് മകളെന്ന്, ഇനി എൻ്റെ മകൾ KS ചിത്ര പാടട്ടെ എന്നും അവർ പ്രഖ്യാപിച്ചു. മദളപ്പു പോലൊരു മനസ്സം ഞാനെന്നു കണ്ടു, അരും കാണാത പൂജോടി ഞാനിന്നു പാടി ശാരികേ എൻ ശാരികേ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് മദാളപ്പൂ ഇല്ല, ഇത് മാതളപ്പൂവാണ്. ഓക്കെ തത്തക്കാർ എന്ന് പറയുന്നു. മദാളവൻ പാടിയാൽ ജനങ്ങൾ എന്തു ചെയ്യും? അടിക്കും ജനങ്ങൾ. ഇങ്ങനെ പാടാൻ പറ്റില്ല, എനിക്ക് തന്നെ കെട്ട പേര് വരും. നിങ്ങൾക്കൊന്നും സാരമില്ല, എന്നെ പറയും എല്ലാവരും, ജാനകി എന്താണ് ഇങ്ങനെ പാടിയെന്ന് പറയുമെന്ന്. ഞാൻ സോ വാട്ട് കൻ ഐ ഡു, ഹി സെഡ്. ഞാൻ ഒരു പ്രാവശ്യം പാടി കാട്ടാം, അത് ശരി എന്നാൽ അങ്ങനെ വെച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആഫ്റ്റർ ബീറ്റ് അത് സമത്തിൽ, മദള സമത്തിലുണ്ട്, ടട്ട എന്നത്. ഞാൻ ആഫ്റ്റർ ബീറ്റ് പാടിക്കാട്ടി. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, ആരും കാണാതെ പൂജോടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. ഇങ്ങനെ 1956 AAR നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയായിരുന്നു ജാനകിയമ്മയുടെ ആലാപന രംഗത്തെ തുടക്കം. സംഗീതം പഠിക്കാത്ത സംഗീത ദേവതയെന്ന് ശ്രീകുമാരൻ തമ്പി ജാനകിയമ്മയെ വിലയിരുത്തിയിട്ടുണ്ട്. സംഗീതം പഠിക്കാത്ത സംഗീത ദേവത എന്നാണ് തമ്പി സാർ പറഞ്ഞത്. ചലച്ചിത്ര സംഗീതത്തിന് നഷ്ടമാണ്, എന്നെപ്പോലുള്ള അനേകം കലാകാരന്മാരുടെ നഷ്ടമാണ്. എനിക്ക് 1966 മുതൽ 60 വർഷത്തെ ബന്ധം ഇതിൻ്റെത്. 60 വർഷത്തെ ബന്ധം. ഈ 60 വർഷം ഞങ്ങൾ പരസ്പരം എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധപ്പെടാതിരുന്നിട്ടില്ല. അപ്പോൾ ഈ 60 വർഷക്കാലത്തെ ബന്ധവും നിസ്സാര കാര്യമല്ല. അപ്പോൾ അത് 66 ആദ്യം കാട്ടുമല്ലിക എന്ന എൻ്റെ ആദ്യ ചിത്രം. അന്ന് എനിക്ക് 26 വയസ്സ്, ജാനകിയമ്മയ്ക്ക് 28 വയസ്സ്. ആദ്യമായി എൻ്റെ പാട്ട് അവർ പാടുമ്പോൾ അപ്പം അതിൽ താമരത്തോണിയിൽ താലോലമാടി താനേ തുഴഞ്ഞു വരും പെണ്ണ്, താരമ്പൻ അനുരാഗത്തങ്കത്തിൽ തീർത്തൊരു താരൻ്റെ കുടവല്ലേത്. ഈ പാട്ട് യേശുദാസും എസ് ജാനിയും കൂടെ പാടുകയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ ചലച്ചിത്ര ഗാനം. സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇപ്പം ഈ ജൂൺ 9 എനിക്ക് 60 വർഷം കഴിഞ്ഞ പാട്ടുരംഗ സംഗീതരംഗത്ത് വന്നിട്ട് 60 വർഷം കഴിഞ്ഞു. ജാനകിയമ്മ എന്നേക്കാൾ സീനിയറാണ്. പ്രായം കൊണ്ട് എന്നേക്കാൾ 2 വയസ്സ് മുപ്പേ ഉള്ളൂ. പക്ഷെ എന്നേക്കാൾ വളരെ സീനിയറാണ്. അവൾ വളരെ ചെറുപ്രായത്തിൽ വന്നു. ഞാൻ 26 വയസ്സിലാണ് വന്നത്. അവർ 10-17 വയസ്സിൽ തന്നെ വന്നു പാടാൻ. പിന്നെ ഒരു അത്ഭുതം, അവിശ്വസനീയമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലരും പറയും വെറുതെ പറയാം. അല്ല, ജാനകിയമ്മ സംഗീതമേ പഠിച്ചിട്ടില്ല, സരിഗമ പസലിസ പഠിച്ചിട്ടില്ല, വർണ്ണം പഠിച്ചിട്ടില്ല, കീർത്തനങ്ങൾ പഠിച്ചിട്ടില്ല. അവരുടെ ജന്മം കൊണ്ട് അവരൊരു സംഗീത അവതാരമാണ്. അതേ അവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരാൾ പാടിക്കൊടുത്താൽ സ്വരമേതെന്നറിയാതെ അങ്ങനെ ഉപ്പിയെടുത്ത് പാടാൻ ജാനകിയമ്മയ്ക്കുള്ള കഴിവ് മറ്റാർക്കും ഇല്ല. കാരണം സ്വരമൊന്നും എഴുതിയെടുക്കില്ല. സാധാരണ സുശീലമ്മ, മറ്റേ ലീല ചേച്ചിയൊക്കെ അല്ലെങ്കിൽ വാണിജ്യറൊക്കെ മ്യൂസിക് ഡയറക്ടർ പാട്ട് പാടിക്കൊടുക്കുമ്പോൾ ആ വരികളുടെ മേലെ സ്വരങ്ങൾ എഴുതിയെടുക്കും. രീഗ പരി അങ്ങനെ എഴുതിയെടുക്കും. പക്ഷേ ജാനകിയമ്മയ്ക്ക് ആ സ്വരങ്ങൾ അറിഞ്ഞുകൂടാ, എഴുതിയെടുക്കത്തില്ല. അവർ ഈ പാട്ട് കേട്ടിട്ട് അങ്ങനെ വളരെ പെട്ടെന്ന് പഠിച്ച് അതിമനോഹരമായിട്ട് പാടും. അത് അവർക്ക് മാത്രമുള്ളൊരു സിദ്ധിയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ വെറുതെ പറയാനല്ല, ഒരു സംഗീത ദേവതയുടെ അവതാരം എന്ന് തന്നെ പറയണം. അവർ സംഗീതമായിരുന്നു. പിന്നെ സംഗീത ദേവതയ്ക്കാരും സംഗീതം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ പെരുമാറ്റം, ഹാർഡ് വർക്കിംഗ്, കൃത്യനിഷ്ഠ എല്ലാം കൊണ്ട്. ഞാനൊരു ഗാന്ധിത മാത്രമല്ല, സംവിധായകനും നിർമ്മാതാവും കൂടെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സംവിധാനം ചെയ്ത പടത്തിൽ ഞാൻ നിർമ്മിച്ച പടങ്ങളിലൊക്കെ അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവരുടെ ഈ നന്മ
അങ്ങേറ്റം ഞാൻ ഇഷ്ടപ്പെട്ടതാണ്. നന്മ ചെയ്യുന്നവർക്ക് നന്മ വരും എന്നുള്ളത് ഏറ്റവും ശുദ്ധ അസംബന്ധമാണെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. നന്മ ചെയ്തവർക്ക് മിക്കവാറും തിന്മയെ കിട്ടുള്ളൂ, തിന്മ ചെയ്തവർക്ക് നന്മയും കിട്ടും. കാരണം ജാനകിയമ്മ എൻ്റെ ജീവിതവും ജാനകിയമ്മയുടെ ജീവിതത്തിലുമാണ്. എനിക്ക് ഒരു മകനുണ്ടായിരുന്നു, അവൻ പോയി. ജാനകിയമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, അടുത്ത മാസം കുറേ മാസം അയാളും പോയി. അപ്പം അങ്ങനെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകൻ നഷ്ടപ്പെടുന്നതും അച്ഛൻ ജീവിച്ചപ്പോൾ മകൻ നഷ്ടപ്പെടുന്നതും ഏറ്റവും വലിയ ദുഃഖമാണ്. 1957 ചലപതി റാവു സംവിധാനം ചെയ്ത വിധിയിൽ വിളയാട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് അവർ സിനിമാ രംഗത്തേക്ക് എത്തിയത്. 1962 കൊഞ്ചും ചിലങ്കൈ എന്ന സിനിമയിലെ ശിങ്കാരവേലനെ ദേവ എന്ന ഗാനത്തിലൂടെ ദക്ഷിണേന്ത്യയിലാകെ അവർ ശ്രദ്ധിക്കപ്പെട്ടു. ഉമയാണ് അവരുടെ മരുമകൾ, അമൃതവർഷിണി, അപ്സര എന്നിവരാണ് ചെറുമക്കൾ. ജാനകിയമ്മ പാടിയ ഓരോ ഭാഷയിലെ പാട്ടുകൾ കേട്ടവരും അവരുടെ ഗായികയായി ഈ ഗായികയെ കണ്ടു. അവർ കന്നഡകാരിയല്ലേ എന്ന് കേൾക്കും കന്നഡയിലെ പാട്ട് കേൾക്കുന്നവർ. തെലുങ്ക് പാട്ട് കേൾക്കുന്നവർ അവർ ജനിച്ചതും വളർന്നതും എല്ലാം തെലുങ്കത്തിയല്ലേ. മലയാളി പറയും മലയാളിയുടെ ഗായികയാണ്. பொண்ணு என்ன மருதையிலே கேட்டாக. വരുന്ന ഡിസംബറിൽ മകൻ മുരളിയുടെ ഓർമ്മയ്ക്കായൊരു സംഗീത സന്ധ്യ നടത്താനായി കുറേ മുന്നോട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ അവർ. അത് പൂർത്തിയാക്കാനാവാതെ മലയാളത്തിൻ്റെ ഗാനഗോകുലം 88ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപോയി. മലയാളി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജാനകിയമ്മ പാടിയ പാട്ടുകൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരിക്കലെങ്കിലും നമ്മൾ കേൾക്കാതിരിക്കില്ല. ഗാനഗോകുലം തന്നെയായിരുന്നു ജാനകിയമ്മ. എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ പാട്ട് അതാണ് ചിദംബരനാഥനോ? കുങ്കുമപ്പൂകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ കുങ്കുമപ്പൂകൾ പൂത്തു. നല്ല പാട്ട്. മാനസമാമണി മുരളി ഇന്ന് മാദക സംഗീതമരുളി. നന്നായിട്ട് പാടുന്നു. മാനസമാമണി മുരളി ഇന്ന് മാദക സംഗീതമരുളി. അപ്പൊ അമ്മ പാടുന്നതാക്കും. മധുര പ്രതീക്ഷതൻ മാണിക്യക്കടവിൽ കണ്ണിനാൽ തുഴയുന്ന കളിത്തുണിയേറി രാജകുമാരി വന്നു ചേർന്നു. കുങ്കുമപ്പൂകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ. വളരെ നന്നായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ജാനകിയമ്മയുടെ ആത്മാവിന് അസുഖങ്ങളും ഒറ്റപ്പെടലും ഒക്കെ ആയിട്ട് എന്താ പറയുക കുറേ ദുരിതം അനുഭവിച്ചു. എന്തായാലും അവസാന കാലത്ത് അവർ കുറേ കാശുണ്ടായിട്ട് കാര്യമില്ല, കുറേ വലിയ കെട്ടിടങ്ങളുണ്ടായിട്ട് കാര്യമുണ്ട്, ആരുമില്ല. ഒരു ആണും പെണ്ണുമായിട്ടുള്ള ഒരു മകൻ തന്നെ തൻ്റെ മുന്നിൽ കിടന്ന് മരിക്കുന്നു എന്ന് പറയുമ്പോഴേ ആ അനശ്വര ഗായികയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അവർക്ക് അർഹമായ ഒരു JC ഡാനിയൽ അവാർഡ് കൊടുക്കാൻ പോലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചവരാരും. ഒരു മുൻ മന്ത്രി എന്നോട് പറഞ്ഞാണ്, എൻ്റെ പൊന്ന് ദിനേശേ, ഉമ്മൻചാണ്ടി സാറ് ടോയ്ലറ്റിൽ മൂത്രം ഒഴിക്കാൻ പോയാൽ അവിടെ പോയി ശുപാർശ ചെയ്യുന്നവന്മാരുണ്ട് ദിനേശേ JC ഡാനിയൽ അവാർഡിന് വേണ്ടി. അപ്പോൾ അതിനൊന്നും ജാനകിയമ്മയെ പോലുള്ളവരെ കിട്ടില്ലല്ലോ, മാന്യരല്ലേ. ആ അനശ്വര കലാകാരിക്ക് ഒരു JC ഡാനിയൽ അവാർഡ് കൊടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ P. സുശീലാമ്മയ്ക്ക് ഒരു JC ഡാനിയൽ അവാർഡ് കൊടുത്തില്ല എങ്കിൽ അത് വാങ്ങുന്നവന്മാർക്കൊന്നും ഒരു വിലയും ഉണ്ടാകില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. എനിക്ക് നല്ല വേദനയുണ്ട് ജാനകിയമ്മയ്ക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് കൊടുക്കാൻ മലയാളിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന്. ഒന്നുമില്ലെങ്കിലും ആയിരക്കണക്കിന് പാട്ട് പാടിത്തന്നതല്ലേ. ആ അനശ്വര കലാകാരിക്ക്, എൻ്റെ പ്രിയപ്പെട്ട ജാനകിയമ്മയ്ക്ക് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. பெருமதிப்பிற்குரிய பாடகி ஜானகி அம்மா அவர்கள் காலமான செய்தி கேட்டு மிகவும் துக்கமடைந்தேன். மிகவும் அதிர்ச்சிகரமான செய்தியாக எனக்கு இருந்தது. வாழ்வில், தன்னுடைய சொந்த வாழ்வில் எத்தனையோ துக்கங்களை, தாங்க முடியாத துக்கங்களை, தாங்க முடியாத நிகழ்வுகளை தாங்கி அவர்கள் வாழ்ந்தார்கள் என்பது
மிகவும் வேதனைக்குரிய விஷயம். உலக கம்போசர்கள் மிகவும் மாமேதைகள். அவர்களுடைய ஒவ்வொருவருடைய வாழ்விலும் அவர்களுடைய தனிப்பட்ட வாழ்க்கை மிகவும் துக்கமானதாக இருந்திருக்கிறது என்பதுதான் இதுவரை நடந்திருக்கிறது. ஆனால் ஜானகி அம்மா அவர்கள் தன்னுடைய திறமையில் யாருக்கும் சளைத்தவர்கள் இல்லை என்பது ஒவ்வொரு பாடலிலும் நிரூபித்துக் கொண்டே வந்திருக்கிறார். மிகவும் கடினமான உழைப்பாளி. நான் ஒரு பாடலை உருவாக்குவதற்கு ஒவ்வொரு வாத்தியத்தையும் எவ்வளவு அக்கறையோடு சேர்ந்து அதில் விடாப்பிடியாக நான் நினைப்பதை வரவழைப்பேனோ அதே போல அவர்களுக்கு சொல்லிக் கொடுத்த அந்த பாடலை அவர்களும் விடாப்பிடியாக என்னுடைய கடின உழைப்புக்கு ஈக்குவலான கடின உழைப்பை உடையவர்கள் அவர்கள். அதற்கு மேல் என்றே சொல்லலாம். சிறந்த கம்போசர், சிறந்த பாடல்களை, பஜன் சாங்குகளை நிறைய எழுதியிருக்கிறார். அவருடைய இழப்பு இந்திய திரைப்பட சங்கீத உலகத்திற்கு ஒரு பெரிய இழப்பு. அவரது ஆத்மா சாந்தி அடைய இறைவனை வேண்டுகிறேன்.